അഹവ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊറിയർ വാങ്ങുന്ന ചെടികൾ നമ്മൾ എങ്ങനെ നടണമെന്നും പിന്നെ അത് എങ്ങനെ കെയർ കൊടുക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൂടാതെ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. ഇത് ഇന്ന് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത റോസസിൻ്റെ ഒരു ബാച്ചിൻ്റെ മാത്രം വീഡിയോ ആണിത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാ റോസസും വളരെ ഫ്രഷായിട്ട് നിങ്ങളെ കാണിച്ച അതുപോലെ തന്നെ അത്ര നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതുപോലെ നല്ല ഫ്രഷായ ചെടികൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചാലും ഒരു ചെടിയുടെ വേരിനെ അവിടെ നിന്ന് പതുക്കെ ഇളക്കി നമ്മൾ അതിനൊരു പാക്കിങ്ങിലാക്കി നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഇന്ന് അയക്കുന്ന ചെടികൾ ചില സ്ഥലത്തൊക്കെ നാളെ കിട്ടാറുണ്ട്, ചിലതെല്ലാം ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു വാട്ടം സംഭവിക്കും. അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം അതിൻ്റെ സ്വാഭാവിക സ്ഥിതിയിൽ നിന്ന് അതിനെ മാറ്റി നമ്മൾ എയർ ടൈറ്റാക്കി നമ്മൾ കെട്ടി ഇതിനെ ഞങ്ങൾ നിങ്ങളുടെ അരികത്തിലോട്ട് എത്തിക്കുമ്പോൾ ചിലതിൻ്റെ എല്ലാം മീലയൊന്ന് മഞ്ഞിക്കും, ചിലതെല്ലാം ഒരു വാട്ടം പോലെ കാണും. പക്ഷെ നിങ്ങൾ അതിനതുപോലെ തന്നെ കൊണ്ടുവന്ന് വെള്ളത്തിലിറക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ല. നിങ്ങൾ നോക്കുക, അതിൻ്റെ ചുവട്ടിൽ മണ്ണ് നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗത്ത് അതിന് നനവുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നല്ല നനവുണ്ടെങ്കിൽ നിങ്ങളത് വെള്ളത്തിലേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് നല്ലൊരു പോട്ടി മിക്സിലിട്ട് നട്ടിട്ട് 2 ദിവസം തണലത്ത് വയ്ക്കുക. എന്നിട്ട് പതുക്കെ അതിന് ചെറിയ തളിരെല്ലാം വന്നു തുടങ്ങുമല്ലോ. ചെറിയ തളിര് വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ പതുക്കെ വെയിലത്തോട്ട് ഇറക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്തോട്ട് മാറ്റരുത്. നല്ല സൂര്യപ്രകാശം വേണം, നല്ല വെയിൽ വേണ്ട. അതായത് ഇപ്പോൾ നമ്മുടെ വെയിലെല്ലാം വളരെ നമ്മുടെ സ്കിന്നിലോട്ട് കുത്തി ഇറങ്ങുന്നത് പോലെയുള്ള സൂര്യരശ്മികളാണ് അടിക്കുന്നത്. അത് നമ്മുടെ ചെടികൾ, കാരണം അതിൻ്റെ വേര് ഓൾറെഡി ഇളകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് ഒറ്റയടിക്ക് ഇതിന് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ചെടി ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ നടുന്ന ചെടികളുടെ മണ്ണ്, അതായത് ചെടിക്ക് നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് വളരെ ശ്രദ്ധാപൂർവം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ പലതരത്തിലുള്ള ഫംഗൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഈ വേരിളകി വരുന്ന, അതായത് കൊറിയർ മേടിക്കുന്ന നിങ്ങൾ ഏത് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാലും ഈ കൊറിയർ വരുന്ന ചെടികളെല്ലാം അതിൻ്റെ വേരിളകിയല്ലേ വരുന്നത്. അപ്പോൾ ആ ചെടികൾക്ക് പെട്ടെന്ന് ക്ഷീണം തട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങളത് നല്ല ഒരു മണ്ണിലല്ല നടുന്നതെങ്കിൽ ചെടിയിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ എല്ലാം പിടിപെടുകയും ചെടി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്റ്റെറിലൈസ്ഡ് പോട്ടി മിക്സ് ഉപയോഗിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒന്ന് പിടിപ്പിച്ചെടുക്കാൻ. അതിനുശേഷം നിങ്ങൾ പൊട്ടി മിക്സ് മാറ്റിയാലും പ്രശ്നമില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു റൂട്ടിംഗ് ഹോർമോൺ കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനല്ല, അതായത് കൊറിയർ വാങ്ങുന്ന ചെടികളെല്ലാം പെട്ടെന്ന് തന്നെ വേര് പിടിക്കാനായിട്ടുള്ളൊരു റൂട്ടിംഗ് ഹോർമോൺ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമേ. പിന്നെ ഇന്നത്തെ സെയിൽ വീഡിയോ ഇതാട്ടോ, നമ്മുടെ നല്ല ഭംഗിയുള്ള ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ ഈ ചെമ്പരത്തി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ. പിന്നെ കൊറിയർ വാങ്ങുന്ന ചെടികൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ച ചെടികൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുകയോ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കും. ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അതിനുള്ള റെമഡികൾ പറഞ്ഞു തരാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഹിബിസ്കസിൻ്റെ സൈസ് ഇതാട്ടോ, ഇങ്ങനെ വരുന്ന ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം വലിയ പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോ. പിന്നെ വേറൊരു ഓഫറും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ്യ പ്ലാന്റുകൾ, ചൈനീസ് ബോൾസം. നമ്മുടെ വീടിനെ വളരെയധികം മനോഹരമാക്കാൻ കഴിയുന്ന പല നിറത്തിൽ പല വർണ്ണങ്ങളിലുള്ള ചൈനീസ് ബോൾസം കുറച്ച്, നമ്മളിതിൻ്റെ ഒരു വട്ടം വീഡിയോ ഇട്ടതായിരുന്നു. കുറച്ച് പീസസ് കൊണ്ട്, വളരെ കുറച്ച് പീസസും കൂടെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. ചെറിയ തൈകളല്ലാട്ടോ, നിങ്ങൾ കാണുന്നത് പോലെയുള്ള വലിയ വലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വെറും 80 രൂപയ്ക്ക് തരുന്നത്. കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വെറും 70 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ഇത് ഇഷ്ടമുള്ളവർ തണ്ട് മുറിച്ച് ഇഷ്ടം പോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നല്ല വെയിൽ വേണ്ട, അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിറയെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ഇംഗ്ലീഷ്യ. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാലും ഇത് വാടി വീഴും, കുറച്ച് വെള്ളം ഒഴിച്ചാലും വാടി വീഴും. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിച്ച് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഈ ചൈനീസ് ബോൾസം എന്ന് പറയുന്ന ഇംഗ്ലീഷ്യ. അപ്പോൾ ഇത് പല കളറിലുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയ വെറൈറ്റി കളേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ
എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ. 1 ബ്രാഞ്ച് അല്ല, 2 ബ്രാഞ്ച് അല്ല, കാണാം, നിങ്ങൾക്ക് എണ്ണി നോക്കാം എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന്. എല്ലാ പ്ലാന്റും ഇതുപോലെ 4 ബ്രാഞ്ച് 5 ബ്രാഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാം 2-ൽ കൂടുതൽ ബ്രാഞ്ചുകളുണ്ട്. അതുപോലെയുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ നഴ്സറി വന്ന് വാങ്ങണമെങ്കിൽ നഴ്സറി വന്ന് വാങ്ങാം, അല്ല ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.